ഹലോ നമസ്കാരം. നമ്മൾക്കിന്ന് ചെന്നൈയിലുള്ള കോവളം ബീച്ചിലേക്ക് പോയാലോ? കോവളം എന്ന് പറയുന്നത് ചെന്നൈയിലെ ഒരു ഫിഷിംഗ് വില്ലേജാണ്. ചെന്നൈയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. ECR റോഡിൽ മഹാബലിപുരം പോകുന്ന വഴിക്കാണിതുള്ളത്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു ബീച്ചാണിത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി, എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അങ്ങനെ പലതും കൺസിഡർ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണിത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8:30 പുറപ്പെട്ടു. ഡിസംബർ മാസമായതുകൊണ്ട് 8-9 ആയിട്ടും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണിപ്പോൾ. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മൈഗ്രേറ്ററി ബേർഡ്സിന് ധാരാളമായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ പെലിക്കണയൊക്കെ കണ്ടായിരുന്നു, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവിടെ പാർക്കിംഗ് സ്പേസ് അത്യാവശ്യം നല്ല വലുതാണ്. പാർക്കിങ്ങിനുള്ള ഫീസൊക്കെ അടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റും. ബീച്ചിലിരിക്കാനൊക്കെ നല്ല ബെഞ്ചസൊക്കെ ഉണ്ട്. സൈഡിൽ സ്നാക്സൊക്കെ കഴിക്കാനുള്ള കടകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ബാത്റൂമൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ളതാണ്. അതുപോലെ ബീച്ചിൽ മണ്ണിൽ കളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകാനൊക്കെയുള്ള ടാപ്പുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അവിടെ നല്ല വൃത്തിയുള്ള ബീച്ചാണ്. മണൽത്തരികളൊക്കെ ഒരു ഗോൾഡൻ കളറിൽ ഉണ്ടാവും. എന്ന് വെച്ച് തീരെ അഴുക്കില്ല എന്നല്ല, അഴുക്കൊക്കെ അപ്പം വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ധാരാളം പേര് ഫിഷിങ്ങിന് വരുന്നുണ്ട്, അതുപോലെ സർഫിങ്ങിന് വരുന്നുണ്ട്. നിങ്ങൾക്ക് സർഫിങ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ധാരാളം സർഫിങ് സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. പിള്ളേരുമായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ബീച്ച് നല്ല ക്ലീൻ ആയതുകൊണ്ട് മണ്ണിൽ കളിക്കാൻ പറ്റും, അതുപോലെ വെള്ളത്തിൽ കുളിക്കാനൊക്കെ പറ്റും. ചെന്നൈയിൽ വരുമ്പോൾ ഈ ബീച്ചിൽ നിങ്ങൾക്ക് വന്ന് നോക്കാവുന്നതാണ്. ചെന്നൈയിലെ മറ്റ് ബീച്ചസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിരക്ക് ഇച്ചിരി കുറവാണ്. തിരക്കില്ലാതെ ബീച്ച് എൻജോയ് ചെയ്യണം എന്നാണെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. നവംബർ തുടങ്ങി ഫെബ്രുവരി വരെയുള്ള സമയം വളരെ നല്ലത്. അധികം ചൂടൊന്നുമില്ലാതെ നന്നായിട്ട് ബീച്ചിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും.